ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ 2-3 ദിവസങ്ങളിൽ ആയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസം ഞാൻ കിച്ചണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കാറുള്ളൂ കേട്ടോ. കിച്ചണ് മാത്രമല്ല വീടും ഒരുവിധം അടുക്കി പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടക്കാറുള്ളൂ കേട്ടോ. കാരണം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികളാവും കേട്ടോ. അല്ലെങ്കിൽ മക്കളൊക്കെ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഏകദേശം ഒന്ന് വൈകുന്നേരം ഒന്ന് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പം കിച്ചണായാലും വീടും ഹോളും ലിവിങ്ങും ഒക്കെ ഞാനൊന്ന് നീറ്റാക്കിയിട്ട് രാത്രി കിടക്കുമ്പോൾ ഒന്ന് നീറ്റാക്കിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ കിച്ചണിൽ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ കിച്ചണ് കാണുമ്പോൾ നല്ല ഒരു സമാധാനമായിരിക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ കിച്ചൺ നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പം ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഞാൻ അധികം കിച്ചണൊന്നും അങ്ങനെ അലങ്കോലാക്കിയിട്ട് കണ്ടൊന്നും കിടക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ കിടന്നാലും ഉറക്കം വരില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കിടക്കാൻ പോണ സമയത്തുണ്ട് നമ്മുടെ ടേബിളിൽ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ഡ്രസ്സാണ്. ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാരണം 2-3 ഡ്രസ്സ് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു മീഷോ ഹോളായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഷൂവിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. പുറത്ത് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഇട്ടിട്ടുള്ള ഷൂവും ചെരുപ്പും ഒക്കെയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കണം. നാളെ രാവിലെ വെയിലുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു 5-5:15 എണീറ്റിട്ടുണ്ട്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആവും കേട്ടോ കിച്ചണിലേക്ക് വരണമെങ്കിൽ. ഇന്നലെ രാത്രി തന്നെ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കാറില്ല. തേങ്ങ അരച്ച് ചേർക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തേങ്ങയൊക്കെ മാക്സിമം ഒഴിവാക്കാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ഗ്രീൻ പീസും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കും കേട്ടോ. തലേന്ന് രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ച് വെക്കട്ടോ. എനിക്ക് ഒരുപാട് ടെൻഷനുള്ളൊരു പരിപാടിയാണ് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു കേട്ടോ. എന്തുണ്ടാക്കിയാലും മക്കൾക്ക് അതിഷ്ടമല്ല. പുട്ടുണ്ടാക്കിയാൽ അവർ കഴിക്കൂല, ചപ്പാത്തി ഉണ്ടാക്കിയാൽ അവർ കഴിക്കൂല. അപ്പോൾ ഇവർക്ക് പിന്നെ ഇഷ്ടമുള്ളൊരു സംഭവം ഈ ഒരു നീർദോശയാണ് കേട്ടോ. ഇതാണെങ്കിൽ എനിക്ക് കഴിച്ച് മടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് എപ്പോൾ ചോദിച്ചാലും എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് ചോദിച്ചാൽ ഈ ഒരു ദോശയുടെ പേരാട്ടോ അവർ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ കറികൾ ഇങ്ങനെ വേറെ ആക്കിയിട്ട് ഒരു സമാധാനത്തിൽ ഞാൻ എങ്ങനെ കഴിക്കലാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ദോശ അത്ര വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് നമ്മുടെ മാവ് ഉഴുന്ന് ദോശ ഉണ്ടല്ലോ അതെനിക്കൊരു ഭയങ്കര ഇഷ്ടം, ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എനിക്ക് ഉഴുന്ന് ദോശയും അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി കേട്ടോ. പക്ഷേ ഇവിടെ കാക്കുമായാലും മക്കളായാലും ഒന്നും അങ്ങനത്തെ ഒരു പുളിച്ച ഒരു സംഭവങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കാറുമില്ല. എനിക്കായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കണേ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവർക്ക് ഉണ്ടാക്കണം എന്താണെങ്കിലും ഞാനത് കഴിക്കാറാണ് കേട്ടോ. പിന്നെ ഇവർ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാൻ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കണ്ട. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകാനായതുകൊണ്ട് അവർക്കുള്ള ദോശ മാത്രമേ ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ ഒരു ദോശയാണെങ്കിൽ മക്കളെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ വലിയൊരു പാടൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ അവരെ കൊണ്ട് കഴിപ്പിക്കാറുള്ളത്. മറ്റു ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കണ ഒരു അവസ്ഥ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അധികം ഈ ഒരു ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കാക്കുള്ള സമയത്ത് എന്നോട് ചോദിക്കട്ടോ, നിനക്ക് ഈ ഒരു ദോശ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ അറിയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ചോദിക്കട്ടോ. പക്ഷേ പുട്ടായാലും ചപ്പാത്തി ആയാലും നമ്മുടെ നൂൽപുട്ടുണ്ടല്ലോ അതൊക്കെ ചുട്ടെടുത്താലും ഇവർക്കൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ഉണ്ടാക്കും, പിന്നെ ദോശയും കഴിക്കൂല, ഇഡ്ഡലിയും കഴിക്കൂല, പിന്നെ ആകെ ഉള്ളത് ഈ ഒരു നീർദോശ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടാക്കിയാലേ ഇവരൊന്ന് കഴിക്കുള്ളൂ. പക്ഷേ ഇവരിതൊന്നും ഞാനിത്
ഡെയിലി ഉണ്ടാക്കണോണ്ട് ഇവർ ചോദിക്കും, നിങ്ങൾക്ക് ഇമ്മച്ചിക്ക് ഈ ഒരു ദോശയല്ലാതെ വേറെ ഒന്നും അറിയില്ലേ ചോദിക്കും. കാക്കു ആയാലും ചോദിക്കും, നിനക്ക് ഈ ഒരു ദോശയല്ലാതെ വേറെ ഒന്നും അറിയില്ലേ ചോദിക്കും കേട്ടോ. പക്ഷെ ഇവർ മനസ്സിലാക്കണില്ല, ഇവർ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഉണ്ടാക്കാത്തത്. അത് ഇവർ എന്താ മനസ്സിലാക്കാത്തത് എനിക്കറിയില്ല കേട്ടോ. ഇവരെ വിചാരം എനിക്ക് ഈ ഒരു ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം മക്കളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർക്ക് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിഫോമാണ് കേട്ടോ, സാധാ ഡെയിലി ഇടുന്ന യൂണിഫോം അല്ല, ഒരു സ്പോർട്സ് വെയർ ആണ് കേട്ടോ ഈ ഒരു ദിവസം അവർ ഇടാറുള്ളത്. പിന്നെ ഈ ഒരു കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് എനിക്ക് ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ ഈ ഒരു രാവിലെ. കാരണം മൂത്ത ആൾ അന്നു അവൾ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ, കുറച്ച് മുതിർന്നിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ആളെ യൂണിഫോം ഇട്ട് കൊടുക്കലും മുടി ചീകി കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മുടി ചീകണമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം 2 കൊമ്പ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഓരോ ദിവസം എന്നോട് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ പറയുക. ഒരു സ്റ്റൈലിലേ കെട്ടൂല, വേറെ രൂപത്തിലായിട്ടാണ് കേട്ടോ കിട്ടുക. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും അവളും എന്നും ഈ ഒരു കാര്യത്തിൽ അടിയാണ് കേട്ടോ. നീ ഇന്നലെ എന്നോട് വേറെ പോലെ പറഞ്ഞു, ഇന്ന് വേറെ പോലെ പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും അവിടെ കോർഡിനേറ്റർ എന്താണോ പറയണത് ആ ഒരു സംഭവം അവൾ എന്നോട് വന്ന് പറയും, ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 കൊമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള ബണ്ണ് പറ്റില്ല, യൂണിഫോമിലേക്ക് സെയിം കളറായിട്ടുള്ള ബണ്ണ് വേണമെന്നൊക്കെ പറയും. എല്ലാം വാങ്ങി കൊടുക്കും കേട്ടോ. പക്ഷെ അതെല്ലാം കൊണ്ടുപോയാണ് കളയും. രാവിലെ എണീറ്റ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാതെ ഇരിക്കുന്ന സാധനം ഒന്ന് ചീപ്പും ബണ്ണുകളും കേട്ടോ. ഞാൻ തലേന്നേ ചിലപ്പോൾ അധികം റെഡിയാക്കിയൊക്കെ വെക്കാറുണ്ട്. റെഡി ആക്കാതെ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ എന്നും ഇവിടെ അടിയാണ് കേട്ടോ. മക്കൾ രാവിലെ എഴുന്നേറ്റ് അവർ സ്കൂളിൽ പോകുന്ന ആ സമയം വരെ ഞാൻ അവരെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ടാവും, അവർക്ക് കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ കുറച്ച് മുന്നേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ സ്കൂളിലുള്ള എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവരെന്നോട് പറയും, ഇന്നിപ്പോൾ അതാ രണ്ടാമത്തെ ആൾക്ക് ഷട്ടിൽ ബാറ്റിൻ്റെ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, അവർക്ക് നല്ല ലെഗ് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഷട്ടിൽ ബാറ്റും കൂടി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതലാകൂലേ, പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം, അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ സമയം വരെ ഞാൻ അവരെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. കുറേ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാണ്ടോ, അതൊക്കെ കേട്ടിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ചെറിയ ആൾ എണീറ്റ് ഞാനും അവളും ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇനി കുറച്ചധികം പാത്രങ്ങൾ തന്നെ കഴുകാണ്ടാവും. കാരണം രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ ഫുഡ് കഴിച്ചതും ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മക്കൾ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഈ ഒരു പണികളൊക്കെ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലിക്വിഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ബോട്ടിൽ നിറച്ച് വെക്കാൻ കേട്ടോ. ഞാനിവിടെ ഫയർ കേട്ടോ ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഞാൻ ബോട്ടിലാക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാറുള്ളത്. അപ്പം കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയൊരു ഭാരം കഴിഞ്ഞ പോലെ ഉണ്ടോ തോന്നൽ. അപ്പോൾ പിന്നെ അത് വേഗം ചെയ്ത് തീർക്കും കേട്ടോ. പാത്രങ്ങൾ തന്നെയാണ് ആദ്യം കഴുകാറുള്ളത്. നമ്മുടെ ഫുഡും കൂടിയും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കും കേട്ടോ. പിന്നെ ക്ലീനിങ്ങിനായിട്ടാണ് നിൽക്കാറുള്ളത്. ലഞ്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലഞ്ച് ഉണ്ടാക്കാറുള്ളത്. പിന്നെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ലഞ്ചിൻ്റെ സമയത്ത് അത്ര കൂടുതലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം ഞാനും ചെറിയ ആളും ഒറ്റയ്ക്കുള്ളവരോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത്ര ഫുഡൊന്നും വേണ്ട. പിന്നെ ഞാൻ വൈകുന്നേരം മക്കൾ വരുന്ന ആ സമയത്ത് രാത്രിക്കൊക്കെയുള്ള ഫുഡാണ് കേട്ടോ പിന്നെ അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചൊരു മൂഡ് കുറവുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഒരു ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. രാവിലെ ഒരു തലവേദനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കിടന്നാൽ പിന്നെ അങ്ങനെ കിടന്നു പോകും, അതിലേറെ നല്ല ആദ്യം പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് സെറ്റാക്കിയിട്ട് കുളിച്ചിട്ട് ഒക്കെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അകൊന്ന് അടിച്ചു വാരി തുടക്കണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രാത്രി തന്നെ ഞാനൊന്ന് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുട്ടോ. ക്ലീൻ ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ മക്കളെന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ അവർക്ക് പഠിക്കാനായിട്ട് അതൊക്കെ എടുത്ത് വെച്ച് അതാത് സ്ഥാനത്ത് വെച്ച് എല്ലാം അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട് രാത്രി ഞാൻ കിടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ജോലികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ ഇപ്പം ഈ ഇടെ തുടങ്ങിയ ഒരു
എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. അതിന് മുന്നുള്ള സമയത്തൊക്കെ എനിക്ക് രാവിലെ മക്കൾ പോയി കഴിഞ്ഞാൽ കുറേ സമയം എനിക്ക് വീട്ടിലെ ക്ലീനിങ്ങിനും കുക്കിങ്ങിനൊക്കെ ആയിട്ട് കുറേ സമയം പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ മക്കൾ വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ രാത്രി തന്നെ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നാൽ പിന്നെ രാവിലെ എനിക്ക് അത്ര ജോലികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറേ സമയം നമുക്ക് കിട്ടണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ മാന്തലുണ്ടല്ലോ അത് ക്ലീൻ ചെയ്തിട്ട് മുളകൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ ചെറുപയർ കൊണ്ട് ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയറും അതുപോലെ തന്നെ മമ്പയറും കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പേരി വെക്കുന്നുണ്ട്. ഡയറ്റിലൊക്കെ നമ്മൾ ചെറുപയറൊക്കെ ചേർക്കണത് നല്ലതാണല്ലോ ഡയറ്റ് എടുക്കുന്ന സമയത്ത്. പിന്നെ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഫുഡ് കഴിക്കാണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ മക്കൾ വരുന്ന സമയത്തേക്ക് പായസം ആക്കി വെച്ചുകൊണ്ട് പിന്നെ കിച്ചണിലേക്ക് ഇനി അധികം വരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമേ വരുള്ളൂ. എല്ലാ വീട്ടമ്മമാരും ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. സാധാരണ നമ്മൾ രാവിലെ എണീക്കുക, മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, ക്ലീനിങ്, അങ്ങനത്തെ വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അധികം വീട്ടമ്മമാരും ചെയ്യാറുള്ളത് അല്ലേ. പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാവും കേട്ടോ. അവർ പിന്നെ നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അവരെന്തായാലും നേരത്തെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആ ഒരു രൂപത്തിലായിരിക്കും അവർ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ വീട്ടമ്മമാരുടെ കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് ആവണം, നിസ്കാരവും കാര്യങ്ങളും അങ്ങനെ. പിന്നെ മക്കൾ വരുന്ന സമയം വരെ പിന്നെ നമുക്ക് റെസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ആളെ രണ്ടാമത്തെ ആളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൾ ഫുഡും കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളടുത്ത് മഞ്ചേരിയാണ്, ഫർസയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയുന്ന റെസ്റ്റോറൻ്റ് ആയിരിക്കാം ഒരുവിധം. മഞ്ചേരി ആ ഭാഗം, മലപ്പുറമുള്ള ആ ഭാഗങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് അറിയാം. ഫർസയിലേക്കാണ് നമ്മൾ പോകുന്നത്. അധികവും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അപ്പം ഇപ്പോൾ ഫർസ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോകുക, ഉറങ്ങുക, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോഴും അതിന് റിപ്ലൈ തരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളറിയാത്ത ആളുകൾ നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന പോലല്ലേ നമുക്ക് കമൻറ്റൊക്കെ വായിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എന്തായാലും ചെറുതാണെങ്കിലും ഒരു കമൻറ്റ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ 2:45-3 മണി ആ ഒരു സമയത്തായിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ, എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാവും, ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതൊന്നും അധികം കാണില്ല. അപ്പോൾ കുറച്ച് വൈകുന്നേരം ആ ഒരു സമയത്തേക്ക് അപ്ലോഡ് ചെയ്തൂടെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് സമയത്തേക്കാണ് വീഡിയോ വേണ്ടത് കേട്ടോ. അധികം ആരും അതിന് റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 5:30 സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറ്റുമെങ്കിൽ അതിനൊന്ന് റിപ്ലൈ തരണം കേട്ടോ. അങ്ങനെ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഒരു 5:30 ആ ഒരു സമയത്തായിരിക്കും കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.